ലൂസിഫർ സിനിമയിൽ കേരള മുഖ്യമന്ത്രിയായിരുന്ന പി.കെ. രാംദാസ് എന്ന രാഷ്ട്രീയ അതികായന്റെ മരണത്തോടെ ഒഴിവ് വന്ന മുഖ്യമന്ത്രി കസേരയിൽ രാംദാസിന്റെ മകനായ ജതിൻ രാംദാസിനെ അവരോധിക്കുന്നുണ്ട്. വിദേശത്ത് ജീവിക്കുന്ന ജതിന് മലയാളം കുറച്ചേ അറിയൂ. അതിനാൽ മലയാളം പഠിപ്പിക്കാനും വിദേശ ശൈലിയിൽ നിന്ന് തനി നാടൻ ലുക്കിലേക്ക് കൊണ്ടുവരാനും ബോബി ഒരു PR ടീമിനെ ചുമതലയേൽപ്പിക്കുന്നുണ്ട്. അതുപോലൊരു അവസ്ഥയാണ് BJPക്ക്. നാട്ടിലുള്ള നാടിനെ അറിയാവുന്ന മലയാളം നല്ല വെടിപ്പായി സംസാരിക്കുന്ന നേതാക്കൾ ആരും ഇല്ലാത്തതുകൊണ്ടാണാവോ BJP സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരനെ അവതരിപ്പിച്ചത്. സിനിമയിൽ ടൊവിനോയ്ക്ക് കിട്ടിയ സ്വീകാര്യത രാജീവ് ചന്ദ്രശേഖരനും കിട്ടുമെന്നായിരിക്കും BJPക്കാർ വിചാരിച്ചത്. ടൊവിനോയെ മനസ്സിൽ ധ്യാനിച്ച് ഒരു വേദിയിൽ രാജീവ് ചന്ദ്രശേഖർ ആ മാസ് ഡയലോഗ് അടിച്ചു. എനിക്ക് മുണ്ടുടുക്കാനും അറിയാം, വേണമെങ്കിൽ മുണ്ട് കുത്തിവെക്കാനും അറിയാം, മലയാളം സംസാരിക്കാനും അറിയാം, മലയാളത്തിൽ തെറി പറയാനും അറിയാം. ഈ ഡയലോഗ് അത്രയും പറഞ്ഞു തീർത്തത് തന്നെ വളരെ കഷ്ടപ്പെട്ടാണ്. അവിടെ കൂടിയിരുന്ന BJPക്കാർക്ക് രോമാഞ്ചമൊക്കെ വന്നെങ്കിലും സംഭവം സോഷ്യൽ മീഡിയയിൽ ട്രോൾ പൂരമാണ് തീർത്തത്. സിനിമയിൽ ടൊവിനോയ്ക്ക് കയ്യടിയെങ്കിൽ ഇവിടെ രാജീവ് ചന്ദ്രശേഖറിന് കൂകി വിളിയും. അങ്ങനെ പഠിച്ച പണി 18 പയറ്റിയിട്ടും BJP സംസ്ഥാന അധ്യക്ഷന് ജനങ്ങൾക്കിടയിൽ ഒരു വില കിട്ടുന്നില്ല എന്നതാണ് BJP നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ വലിയ ആശങ്ക. ആശങ്കപ്പെട്ടേ പറ്റൂ. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പും അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പും വരുവാണല്ലോ. അങ്ങനെ പ്രവർത്തകരും ജനങ്ങളുമായുള്ള ആശയവിനിമയത്തിൽ മാതൃഭാഷ വില്ലനായി വന്നതോടെ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ കോഴിക്കോട് ആസ്ഥാനമായുള്ള പുതിയ PR സംഘം വരുന്നു. നിലവിൽ ബംഗളൂരു കേന്ദ്രമായ PR ഏജൻസി വരുത്തിയ പിഴവുകൾ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചെന്ന വിലയിരുത്തലിലാണ് കോഴിക്കോട് നിന്നുള്ള പുതിയ സംഘത്തെ നിയോഗിച്ചത്. പ്രധാനമായും രാജീവിന്റെ മലയാള ഭാഷ മെച്ചപ്പെടുത്താനും അദ്ദേഹം കേരളീയനാണെന്ന ഇമേജ് ഉണ്ടാക്കാനുമാണ് സംഘം പ്രവർത്തിക്കുക. നേരത്തെ മനോരമ ന്യൂസിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് PR സംഘത്തെ നയിക്കുന്നത്. 6 മാസങ്ങൾ കൊണ്ട് സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേറ്റു എന്നാണ് BJPയുടെ ആഭ്യന്തര വിലയിരുത്തൽ. രാജീവ് ചന്ദ്രശേഖരനെ ബിസിനസ് മാൻ എന്ന പ്രതിച്ഛായയിൽ നിന്ന് മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായി അവതരിപ്പിക്കാൻ ബംഗളൂരു ആസ്ഥാനമായ PR ഏജൻസി നടത്തിയ പല ശ്രമങ്ങളും ട്രോളുകളായി മാറിയിരുന്നു. കർക്കിടകം ആരംഭിക്കുന്നതിന് മുൻപേ രാമായണ മാസത്തിന്റെ ആശംസ പറഞ്ഞതും മോഹൻലാലിന് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചപ്പോൾ മോദിക്ക് നന്ദി പറഞ്ഞ് പോസ്റ്റർ ഇറക്കിയതും രാജീവിന് കേരള രാഷ്ട്രീയം അറിയില്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആക്ഷേപത്തിന് മറുപടിയായി ലൂസിഫറിലെ ഡയലോഗ് ഇറക്കിയതുമെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ട്രോളുകൾ വാങ്ങിയിരുന്നു. രാജീവ് പരിഹസിക്കപ്പെടുന്നത് പാർട്ടിയെയും പ്രതിരോധത്തിലാക്കി. ഇതോടെയാണ് മലയാളം കൈകാര്യം ചെയ്യുന്ന കോഴിക്കോട്ടെ PR ഏജൻസിയെ ചുമതലയേൽപ്പിച്ചത്. കേരള പശ്ചാത്തലത്തിൽ റീബ്രാൻഡ് ചെയ്യപ്പെടുന്ന രാജീവ് ചന്ദ്രശേഖർ എന്ന ചുമതല പുതിയ കമ്പനി ഏറ്റെടുത്തതു മുതൽ മലയാള സിനിമ ഡയലോഗുകൾ ഉപയോഗിച്ച് പുതിയ പോസ്റ്റുകളും വന്നു തുടങ്ങിയിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ കുത്തക മുതലാളിയാണെന്ന ആക്ഷേപം ഇല്ലാതാക്കണം. ഇതിനായി അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യുന്ന 150ഓളം സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ദിവസവും സൃഷ്ടിക്കണം. തിരുവനന്തപുരം നഗരസഭ കേന്ദ്രീകരിച്ച് ന്യൂയോർക്ക് മോഡലിൽ AI ചിത്രങ്ങൾ ചെയ്ത് രാജീവ് ചന്ദ്രശേഖറിന്റെ ചിത്രങ്ങളോടൊപ്പം പ്രചരിപ്പിക്കുക എന്നതാണ് മറ്റൊരാവശ്യം. തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJPയുടെ ഭാഗത്തു നിന്ന് കോടികൾ നവമാധ്യമങ്ങളിൽ ഒഴുകുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. കൊല്ലത്ത് നടന്ന ജില്ലാ പ്രസിഡന്റുമാരുടെയും പ്രഭാരിമാരുടെയും യോഗത്തിൽ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് പുതിയ ടീമിനെ പരിചയപ്പെടുത്തിയത്. BJPക്ക് ഔദ്യോഗിക മീഡിയ സെല്ലുണ്ട്. കേന്ദ്ര നേതൃത്വത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന PR കമ്പനിയുമുണ്ട്. ഇതിനെല്ലാം ഉപരിയാണ് സ്വന്തം പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള PR ടീമിനെയും ഇറക്കുന്നത്. ചെലവൊരു പ്രശ്നമേ അല്ലെന്നും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതിച്ഛായ നന്നാക്കണമെന്നുമാണ് രാജീവിന്റെ നിർദ്ദേശം. അതേസമയം ഒരു നേതാവിനെ മാത്രം കേന്ദ്രീകരിക്കുന്ന ശൈലിയിൽ BJPക്കുള്ളിൽ തന്നെ അമർഷം ശക്തമാണ്.